ഈ പുസ്തകത്തിൽ ഇപ്രകാരം പറയാണ്, ഒന്നാം പ്രമാണം ലംഘിച്ചാൽ അത് ഒരു ബന്ധം ഉപേക്ഷിക്കുകയാണ്. അതിലിപ്രകാരം പറയാം, ഒന്നാം പ്രമാണം ലംഘിക്കുന്നതിലൂടെ പാപം ദൈവത്തിൻ്റെ നീതിയെയും വിശുദ്ധിയെയും അതിക്രമിക്കുന്നതിനാലും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സൗഹൃദത്തെ പുച്ഛിച്ച് തള്ളുന്നതിനാലും അതിന് രണ്ട് വിധത്തിലുള്ള പരിണതഫലങ്ങളുണ്ട്. ഒന്ന്, അത് ഗൗരവമായതാണെങ്കിൽ ദൈവവുമായുള്ള ഐക്യം ഇല്ലാതാക്കും. അതിൻ്റെ ഫലമായി നിത്യജീവൻ്റെ അവകാശത്തിൽ നിന്ന് അവ പുറന്തള്ളപ്പെടുകയും ചെയ്യും. മാരകപാപങ്ങളും ലഘുപാപങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാരകപാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവപ്രമാണം ലംഘിക്കുക ചെയ്യുന്നത്. ആ ലംഘിക്കുന്ന വ്യക്തി രണ്ട് കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ഒന്നെന്താണ്? ദൈവവുമായുള്ള ഐക്യമില്ലാതാകുന്നു. അതിൻ്റെ ഫലമായി നിത്യജീവൻ്റെ അവകാശത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുകയും ചെയ്യുന്നു. ഒന്നാം പ്രമാണം ലംഘിക്കുന്ന ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അതിലൂടെ അവന് നിത്യജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു.